إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عباد الله اتقوا الله സ്നേഹധനരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്തു തന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തലും നമ്മുടെ മനസ്സുകൾക്ക് തസ്കിയത്ത് നൽകലും നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കിയെടുക്കലും നമ്മുടെ ഇടപാടുകളും ഇടപെടലുകളുമൊക്കെ സംസ്കരിക്കലുമൊക്കെയാണ്. ഇതൊന്നും നമ്മുടെ ഇബാദത്തുകൾ കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടും നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളുമൊക്കെ നമുക്കെതിരിലുള്ള കാര്യങ്ങളായി തീരുമെന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് സൂറത്തു മുൽക്കില് അള്ളാഹു പറയുകയുണ്ടായല്ലോ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്, അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്
എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് എന്ന് പറയുമ്പോൾ, നന്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഈമാനിനെ ശക്തിപ്പെടുത്തുവാൻ ആവശ്യമായ കാര്യങ്ങളാണ് എന്നതാണ്. ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് പുറമെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ അതുതന്നെയാണ് അള്ളാഹുവിനോടുള്ള നന്ദികേട് എന്ന കാര്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ ജീവിതം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബത്തിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾക്ക് പുറമെ പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വരുമ്പോഴും വസാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിറാത്തല്ലദീന അൻഅംത അലൈഹിം, പടച്ച റബ്ബേ നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ ആ ആളുകളുടെ ജീവിതവും തമ്മിലൊന്ന് നാം ഓരോരുത്തരും താരതമ്യം ചെയ്യേണ്ടതുണ്ട്. അള്ളാഹ് ആരെയാണ് അനുഗ്രഹിച്ചത്? അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. സൂറത്തുൻ നിസായിൽ അള്ളാഹ് പറഞ്ഞല്ലോ, ആരാണവർ? നബിമാരാണവർ, സിദ്ദീഖീങ്ങളാണവർ, ഷുഹദാക്കളാണവർ, അവർ സാലിഹീങ്ങളാണെന്ന് പറയുമ്പോൾ നബിമാരുടെ ജീവിതം ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ റബ്ബെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് 17 പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെടുന്നു. ആ നബിമാരെ സത്യപ്പെടുത്തിയ സഹാബത്തിന്റെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് 17 പ്രാവശ്യം ആവശ്യപ്പെടുന്നു. ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ യഥാവിധി പഠിക്കുകയും മനസ്സിലാക്കുകയും ദീനിനു വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്ന ഘട്ടത്തിൽ ജീവൻ കൊടുക്കുകയും ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് 17 പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കാര്യങ്ങൾ യാതൊരു രൂപത്തിലുമുള്ള നിഫാഖും കൂടാതെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് 17 പ്രാവശ്യം നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആരെങ്കിലും ആ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ബോധപൂർവം അതിനു വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ അവസരങ്ങളും നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തരുമ്പോഴും ആ തുറന്നു തരുന്ന അവസരങ്ങൾ പിന്നീട് മറ്റൊരിക്കൽ തുറന്നു തരണമെന്നില്ല. കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു വിശ്വാസിയായി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ എവിടെയെങ്കിലും ചെറിയ സ്ഖലിതങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ആ ചെറിയ സ്ഖലിതം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിലേക്കുള്ള ഒരു ചെറിയ വാതിലുകൾ ആയേക്കാം. അത് തുറക്കപ്പെടുന്നതോടുകൂടി പിന്നീട് നാം എത്തിപ്പെടുക മഹാദുരന്തത്തിലേക്കാണ്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമ്പന്നനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായ തൗഫീക്ക് നൽകുകയുണ്ടായി. പിന്നീട് അങ്ങനെ അയാൾ ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിച്ചു പോകുമ്പോഴാണ് സുമ്മ ബഅസല്ലാഹു ലഹു ശൈത്താൻ, അള്ളാഹു അവന് വേണ്ടി ഒരു പിശാചിനെ പറഞ്ഞയച്ചു. അവന്റെ അടുത്തേക്ക് പരീക്ഷണമെന്നോണം അവന്റെ അടുത്തേക്ക് ഒരു പിശാചിനെ പറഞ്ഞയച്ചപ്പോൾ ഫഅമില ബിൽ മആസി ഹത്താ അഗ്റക അമലഹു, അങ്ങനെ അവൻ പിന്നീട് ആ പിശാചിനെ അനുസരിക്കുകയും അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയും അവസാനം അവന്റെ എല്ലാ നന്മകളും നശിച്ചു പോവുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് അവൻ മാറുകയും ചെയ്തു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. നമ്മളൊക്കെ ഭയപ്പെടേണ്ടതാണ്. കാരണം പല അനുഗ്രഹങ്ങളും അള്ളാഹു ഒന്നിനു പിറകെ ഒന്നായി കൊണ്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പുകൾ അനുഷ്ഠിക്കുവാനും, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിസ്കാരം നിർവഹിക്കുവാനും, അള്ളാഹുവിന്റെ മാർഗത്തിൽ പെരുന്നാൾ ആഘോഷിക്കുവാനും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയറുക്കുവാനും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സഹിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നൽകുമ്പോൾ അവിടെ തന്നെ നമ്മുടെ മനസ്സുകളിൽ അവിടെ അള്ളാഹുവിന് എന്നുള്ള ചിന്തയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ചിന്ത കടന്നു വന്നാൽ അതോടുകൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നശിച്ചു പോകുമെന്നുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരിക്കൽ മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയുണ്ടായി, അൽ ഹജ്ജുൽ മബ്റൂറു ജസാഉഹു അൽ ജന്ന,
യഥാർത്ഥത്തിൽ സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിന്റെ ജസാ എന്ന് പറയുന്നത്, കൂലി എന്ന് പറയുന്നത് സ്വർഗമാണ്. ഖാല ആയതു ദാലിക അൻ യർജിഅ സാഹിദൻ ഫി ദുനിയ റാഗിബൻ ഫിൽ ആഖിറ. ഒരു മനുഷ്യന്റെ ഹജ്ജ് സ്വീകരിച്ചു എന്നതിന്റെ തെളിവെന്താണ്? അത് ആയതു ദാലിക, അതിനുള്ള തെളിവ് എന്ന് പറയുന്നത് അൻ യർജിഅ സാഹിദൻ ഫി ദുനിയ, ദുനിയാവിനോട് വിരക്തിയുള്ളവനായി കൊണ്ട് മടങ്ങി വരലും, വറാഗിബൻ ഫിൽ ആഖിറ, ആഖിറത്തിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നയിക്കലുമാണ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇബാദത്തിന്റെ അടിസ്ഥാനം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ഇബാദത്ത് സ്വീകാര്യയോഗ്യമായിട്ടുണ്ട് എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അവന് ദുനിയാവിനോടുള്ള വിരക്തി കൂടിക്കൊണ്ടിരിക്കുകയും പരലോകത്തേക്കുള്ള ചിന്ത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നത് വരേക്കും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള തൗഫീഖിനെ നാം അള്ളാഹുവിനോട് തേടേണ്ടതുണ്ട്. കാരണം അള്ളാഹ് പറഞ്ഞത് ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഫഅബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ ആരാധിക്കുക, ഹത്താ യഅതിയകൽ യഖീൻ, മരണം നിന്നിലേക്ക് വന്നെത്തുന്നത് വരെ എന്നാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് അള്ളാഹുവിനോടുള്ള ആരാധന അവസാനിപ്പിക്കുവാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ അള്ളാനെ മാത്രം ആരാധിച്ച് ജീവിക്കുവാനുള്ള സഹായം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് അവിടെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന ശിർക്കാണ് എന്നാണ്. എല്ലാ സഹായവും അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കാറുള്ളത്. എന്നാൽ അള്ളാനെ മാത്രം ആരാധിച്ച് ജീവിക്കുവാനുള്ള സഹായം അള്ളാന്റെ അടുക്കൽ നിന്നും കിട്ടിയില്ല എങ്കിൽ പിന്നീട് അവൻ പിന്നീട് എത്തിപ്പെടാറുള്ളത് കുഫറിലേക്കും ഷിർക്കിലേക്കുമാണ്. നമ്മൾ അബൂ ത്വാലിബിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയ രക്ഷകനായിക്കൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഹിദായത്ത് ലഭിച്ചു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഹിദായത്ത് ലഭിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ആ ഹിദായത്തിന്റെ തൗഫീഖ് അയാൾക്ക് ലഭിച്ചില്ല. നബിയെ സ്നേഹിച്ചു എന്നതോ നബിയെ സംരക്ഷിച്ചു എന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലായി എന്നതോ ഒന്നും അയാൾക്ക് ഉപകാരം ചെയ്തില്ല. എന്തേ കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആവശ്യമായ രൂപത്തിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുവാനുള്ള തൗഫീഖ് ലഭിക്കാതെ പോയി എന്നത് തന്നെയാണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവിതത്തിൽ നമുക്ക് ആ തൗഫീഖ് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? റബ്ബേ, ആ തൗഫീഖിനെ എടുത്തു കളയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള നിലക്കാണ്. അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ എന്താണ്? ആ തൗഫീഖ് അള്ളാഹു എനിക്ക് നിരന്തരം നൽകുമെന്നതാണ്. ആ പ്രതീക്ഷയും ആ ഭയവും അതോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും മൂന്നും കൂടി അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് യഥാർത്ഥ വിശ്വാസികളാണെന്ന് നമ്മളെ കുറിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവർ, ആ വിശ്വാസികളുടെ പ്രത്യേകത, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്നും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്നവരാകുന്നു. മാത്രമല്ല അവിടെ ഹൃദയങ്ങൾ കിടുകിട വിറക്കുന്ന, അവർ പേടിച്ചു നിൽക്കുന്ന ആളുകളാണ്. എന്താണ് അവരുടെ ഭയം? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തന്റെ റബ്ബിലേക്ക് അവർ മടങ്ങേണ്ടവരാണ് എന്ന ബോധം സദാ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ കഴിയുക എന്നതാണ് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ സംസ്കരിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഫാ ബിൽ മർഇ വാഇദൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഉപദേശകനായി കൊണ്ട് മതി എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. എന്തു മതി? അവന്റെ മരണത്തെക്കുറിച്ചുള്ള അവന്റെ ചിന്ത മതി എന്നതാണ്. പലപ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ മരിക്കണമെന്ന ബോധത്തോടു കൂടിയല്ല ജീവിക്കാറുള്ളത്, ജീവിക്കണമെന്ന ബോധത്തോടു കൂടിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളിവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജീവിതം നമുക്കുള്ളത് ഈ ദുനിയാവിലല്ല. അതുകൊണ്ടാണ് അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ പ്രകാരം തന്നെ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അല്ലദീ, അവൻ ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചു. ആദ്യം പറഞ്ഞ മരണത്തെ സൃഷ്ടിച്ചു എന്നാ, പിന്നെ വൽ ഹയാത്ത് എന്ന് പറഞ്ഞത്. ഇമാം ബഗവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും, അൽ മൗതു ഫിദ് ദുനിയ വൽ ഹയാത്തു ഫിൽ ആഖിറ. അൽ മൗതു ഫിദ് ദുനിയ, ദുനിയാവിലാണ് മരണം ഉള്ളത്. വൽ ഹയാത്തു ഫിൽ ആഖിറ, ജീവിതം ഉള്ളത് പരലോകത്താണ്.
ജനിച്ച അന്ന് മുതൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനിച്ച അന്ന് മുതൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സിൽ നിന്നും ഓരോ നിമിഷങ്ങൾ അറ്ററ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം നമുക്കുള്ളത് പരലോകത്താണ്. ആ ബോധം പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആ പരലോകം കേൾക്കുമ്പോൾ പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിന്റെ ഐഹിക ജീവിതത്തിൽ അവർ വലിയ സ്വാധീനമുള്ള ആളുകളായിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ നശ്വരമായ ജീവിതമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ജീവിക്കുവാനുള്ളത് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുവാൻ ശ്രമിക്കുക. അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ നന്മയും തിന്മയും ഹറാമും ഹലാലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നന്മ ഏത് എന്ന പഠനത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ മുഴുവനും അതിൽ ഹലാലു മാത്രമേ ഉള്ളൂ എന്ന ചിന്തയുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതല്ലാതെ ദുനിയാവിനെ മാത്രം നമ്മൾ ജീവിതത്തിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവിടെയാണ് ഹലാലും ഹറാമും മറന്ന് നന്മയും തിന്മയും നോക്കാതെ ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്നത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇതല്ല യഥാർത്ഥ ജീവിതം, വരാനിരിക്കുന്ന ലോകത്താണ് യഥാർത്ഥ ജീവിതത്തിൽ ഉള്ളത് എന്ന തിരിച്ചറിവോടുകൂടി നാം ജീവിക്കുവാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد اللهم صل على محمد وعلى آل محمد عباد الله اتقوا الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിലൂടെ അള്ളാഹു എന്താ എന്നോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം വിലയിരുത്തണമെന്നതാണ്. അത് നേടിയെടുക്കണമെങ്കിൽ ഇവിടെയല്ല യഥാർത്ഥ ജീവിതമുള്ളത്, മറിച്ച് പരലോകത്താണ് നമുക്ക് ജീവിക്കുവാനുള്ള യഥാർത്ഥ ലോകമുള്ളത് എന്ന തിരിച്ചറിവോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ കൃത്യമായി ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളൊക്കെ വെറും പ്രവർത്തനങ്ങളായി മാറുമെന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുണ്ട്, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ബോധ്യപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ ഭൗതിക കാര്യങ്ങൾ പോലും ഇബാദത്തായി തീരുമ്പോൾ ഗഫലത്തിലായിക്കൊണ്ട് അശ്രദ്ധയിലായിക്കൊണ്ട് ജീവിക്കുന്ന അവരുടെ ഇബാദത്തുകൾ പോലും ആദത്തുകളായി മാറുമെന്നാണ്. അവിടെ ആരാധനകൾ പോലും വെറും പ്രവർത്തനങ്ങളായി മാറുമെന്നാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ വെറും പ്രവർത്തനങ്ങൾ പോലും ഇബാദത്തുകളാവും. അതേസമയം അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇബാദത്തുകളെല്ലാം വെറും പ്രവർത്തനങ്ങളാവുന്നതാണ്. ഒന്ന് പറഞ്ഞത് വെറും പ്രവർത്തനങ്ങൾ ഇബാദത്താകുമെന്നും, രണ്ടാമത് പറഞ്ഞത് ഇബാദത്തുകൾ വെറും പ്രവർത്തനങ്ങളാകുമെന്നതുമാണ്. കാരണം എന്താ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഖുതുബ പറയുമ്പോൾ പറഞ്ഞല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ വഇംറഅതൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്നാണ് ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. എന്താണ് അവിടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത്? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്ന ചെയ്തിയല്ല. സറായിർ എന്ന് പറഞ്ഞല്ലോ, അന്നേ ദിവസം സറായിറുകളെ വെളിവാക്കുന്ന ദിവസമാണ്. സറായിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടെ നിയ്യത്ത് എന്നാണ്. ഓരോ പ്രവർത്തനത്തിന്റെയും പിന്നിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു, നമ്മുടെ നിയ്യത്ത് എന്തായിരുന്നു എന്ന് നമുക്ക് മാത്രമാണ് രഹസ്യം, വേറെ ആർക്കും അറിയില്ല. അതിനെയാണ് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരാന്നാണ്. അവിടെയാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങളുള്ളത്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് അവനുള്ളത് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട, ഈ രണ്ട് വാക്കുകളിൽ നിന്ന്
രണ്ട് രൂപത്തിലുള്ള കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞു തന്നത്. ഒന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടി എന്ന ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ്. അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റെന്തെങ്കിലും ചിന്ത കടന്നു വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. കാരണം അള്ളാഹു ധന്യനാണ്, ഖനിയാണ്. ആർക്കെങ്കിലും കൊടുത്തതിന്റെ ബാക്കിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെയുള്ളതോ അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആ നിലക്ക് കാര്യങ്ങൾ കാണുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന ബോധവും നമുക്കുണ്ടാകണം. വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്നുള്ളതല്ല. എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ആ ബോധത്തിലൂടെ മാത്രമാണ് അതൊരു ഇബാദത്തായി മാറുള്ളൂ. ഇപ്പൊ ഈ പള്ളിയിൽ ഇപ്പൊ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. രണ്ടു കൂട്ടർക്ക് രണ്ട് കൂലിയാണ്. രണ്ടു കൂട്ടർ എടുക്കേണ്ട പണി ഒരേ പണിയാണ്. രണ്ടു കൂട്ടർ ഇരിക്കണ ഒരേ പള്ളിയിൽ ഒരേ സഫിൽ ഇരുന്നാൽ രണ്ടു പേർക്ക് രണ്ട് കൂലിയാണ് കിട്ടേണ്ടത്. എന്തേ കാരണം? ഒരാൾ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം അത് ഇഅ്തികാഫ് എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായപ്പോൾ മറ്റൊരു ഇബാദത്ത് കൂടി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടി. ഇവിടെയാണ് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടെയാണ് ബുദ്ധിമാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെറും പ്രവർത്തനങ്ങൾ പോലും ഇബാദത്തായി മാറുമെന്നാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുലു വഷ്റബു എന്ന്, നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ കുടിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് കരുതിയാൽ അതുപോലും ഇബാദത്തായി മാറുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും കൂലി ലഭിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ഉദ്ദേശമില്ലായ്മ കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം അത് വേണ്ട രൂപത്തിൽ അഥവാ നല്ല രൂപത്തിൽ നിയ്യത്ത് വെക്കാത്തത് കൊണ്ട്, കരുതാത്തത് കൊണ്ട് നമുക്കതൊക്കെ നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത് കാര്യങ്ങളെ ഇഖ്ലാസോട് കൂടി ചെയ്യണം, എന്തു ചെയ്യുന്നു എന്ന ബോധത്തോടു കൂടി ചെയ്യണം. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഇപ്പൊ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്നു എന്ന ചിന്തയോടുകൂടി നിസ്കരിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ അള്ളാന്റെ കൂലി കിട്ടണമെന്ന ചിന്തയോടുകൂടി നിസ്കരിക്കുമ്പോൾ മാത്രമാണ് അവനെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കരിച്ചതിന്റെ കൂലി ലഭിക്കുകയുള്ളൂ എന്നതാണ്. 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ഏതാ 2 റക്അത്ത് നിസ്കരിച്ചത്? സുബഹിയാണോ 2 റക്അത്ത് നിസ്കരിച്ചത്? അതല്ല തഹിയ്യത്താണോ 2 റക്അത്ത് നിസ്കരിച്ചത്? അതല്ല ഒളുവിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് അതാണോ 2 റക്അത്തായിട്ട് നിസ്കരിച്ചത്? അതല്ലെങ്കിൽ ളുഹർ നിസ്കാരത്തിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്താണോ? എങ്ങനെയാണ് അത് വേർതിരിയുന്നത്? ആ വേർതിരിയുന്നത് നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഓരോ പ്രവർത്തനവും വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ചിന്തയുണ്ടാവുകയും റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. സഹാബത്തിന്റെ ജീവിതം അതായിരുന്നു സഹാബത്തിന്റെ ജീവിതം. അവർ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് വല്ലാതെ അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ, ഒരു റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം സഹാബത്ത് ആ റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. പിറ്റത്തെ 6 മാസക്കാലം അടുത്ത റമദാൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ 6 മാസം പോയിട്ട് 6 ദിവസം റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റമദാനിലെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് വിലയിരുത്തുക. ഒരു സഹാബി മരണത്തിനോട് മല്ലിടുന്ന സമയത്ത് റസൂൽ അങ്ങോട്ട് കടന്നു വന്നു. അദ്ദേഹം വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനീ കരയുന്നത് എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അത് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ, ആ ഒരു ബേജാറാണ് എന്നെ കരയിക്കുന്നത് എന്നാണ്. അപ്പൊ നബി പറഞ്ഞു, ഈ 2 ചിന്തകൾ ഒന്നിച്ചൊരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അള്ളാഹു അവനെ ഒരിക്കലും തന്നെ നശിപ്പിക്കൂല, അവനൊരിക്കലും തന്നെ പ്രയാസപ്പെടുത്തൂല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അഥവാ അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കേണ്ട, അല്ലെങ്കിൽ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വാസവും, അതോടൊപ്പം റബ്ബ് അത് സ്വീകരിച്ചിട്ടില്ലേ എന്ന ഭയവും, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുക ഒരു വിശ്വാസിയുടെ മനസ്സിൽ മാത്രമാണ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് അത് സ്വീകരിച്ചോളണം എന്നുള്ള രൂപത്തിൽ
എന്തോ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളത്. അങ്ങനെ എല്ലാം ഉണ്ടാകേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരു സുജൂദ്, ഞാൻ ചെയ്ത ഒരു സുജൂദ് അള്ളാഹ് സ്വീകരിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ട് ആഘോഷിക്കുമായിരുന്നു എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരു വക്ത് നിസ്കാരം എന്നല്ല പറഞ്ഞു, ഒരു സുജൂദ് അള്ളാഹ് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗൗരവവും അതിന്റെ ഒരു ഭയവും അതിന്റെ ഒരു പേടിയും അതോടൊപ്പം തന്നെ പ്രതീക്ഷയും ഒക്കെ നമുക്ക് ഉണ്ടാകണം. അങ്ങനെയാകുമ്പോ അള്ളാഹുവിന് വീണ്ടും 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 ശുക്ർ ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകും. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതിലെ ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ലഅസീദന്നക്കും, അതിനുവേണ്ടി വീണ്ടും വീണ്ടും അവസരങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അതല്ല വല ഇൻ കഫർത്തും, നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാന്റെ ശിക്ഷ എന്നത് നമുക്കൊരിക്കലും തന്നെ താങ്ങാൻ കഴിയുന്ന കാര്യമല്ല, ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത മുഴുവൻ പ്രതിഫലവും അത് യാതൊരു കുറവും കൂടാതെ വാങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലഘട്ടം അത്രയും മുസ്ലിമായി കൊണ്ട് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് മുസ്ലിമായി കൊണ്ട് മരിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു എന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع الدعاء يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين وارحمنا وارحم والدينا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين وصلى الله على محمد.